ഞാൻ ലെസ്ലി. ഞാൻ ലവ്ലി. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വഴുതനങ്ങ വാങ്ങാറുണ്ട്. അപ്പോൾ വഴുതനങ്ങ കൊണ്ട് തോരനും മെഴുക്കുവരട്ടിയും ഒക്കെ നമ്മൾ വെച്ച് കഴിക്കാറുണ്ട്. ഇന്ന് ഞങ്ങൾ വഴുതനങ്ങ കൊണ്ട് നല്ലൊരു ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ എടുത്തിരിക്കുന്ന വയലറ്റ് കളറുള്ള വഴുതനങ്ങയാണ്. ഇപ്പോൾ പച്ച കളറുള്ള വഴുതനങ്ങയാണെങ്കിൽ കുഴപ്പമില്ല, വയലറ്റൊക്കെ ആകുമ്പോൾ ഇച്ചിരി ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടും. ഇനി നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ പച്ചക്കറിയൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് വഴുതനങ്ങയൊക്കെ വെച്ച് നമ്മൾ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാൻ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ 250 ഗ്രാം വഴുതനങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു നുള്ള് ഇഞ്ചി, ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി, ഒരല്പം 3 അല്ലി വെളുത്തുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നേ ഉള്ളൂ. ഫ്രൈ ഒക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ചോറിനൊക്കെ നമുക്ക് ഒന്ന് അരിയിലൊക്കെ വെച്ച് കൊടുത്ത് അവരെയൊക്കെ പെട്ടെന്ന് പെറുക്കിയൊക്കെ കഴിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വഴുതനങ്ങ ഫ്രൈ തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ചെറിയൊരു സ്പെഷ്യൽ കൂട്ട് തയ്യാറാക്കുന്നുണ്ട്. കുറച്ച് ഉലുവായും ജീരകവും ഒക്കെ ആകുമ്പോൾ നമുക്കൊന്ന് ചൂടാക്കി നമുക്കൊന്ന് വറുത്തെടുത്തതിന് ശേഷം പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്കൊന്ന് വറുത്തെടുക്കും. അതിനുവേണ്ടി 1 ടീസ്പൂൺ മല്ലി സീഡ്സ്, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് തണുത്ത ശേഷം നമുക്കത് പൊടിച്ചെടുക്കണം. ജീരകവും ഉലുവായും കടുകൊക്കെ നന്നായിട്ട് വറുത്ത് പൊട്ടിച്ച് നമ്മൾ ആ ഫ്രൈ ചേർത്ത് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പൊടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. അപ്പം നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങളൊക്കെ ചൂടാറാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പാൻ വെച്ച് വഴുതനങ്ങ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ച 3 അല്ലി വെളുത്തുള്ളി, അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ട വഴുതനങ്ങയാണ്. 250 ഗ്രാം വഴുതനങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നീളത്തിൽ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വട്ടത്തിലോ അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നീളത്തിലാകുമ്പോൾ അരിഞ്ഞെടുത്താൽ നമുക്ക് കാണാനും പിന്നെ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോവുകയില്ല. അപ്പോൾ ഈ രീതിയിൽ അരിഞ്ഞെടുക്കുക. അതിനുശേഷം കുറച്ച് നേരം അല്പസമയം വെള്ളത്തിലിട്ട് അപ്പോൾ അതിൻ്റെ കറയൊക്കെ അങ്ങ് പോകും. അതിനുശേഷം നന്നായി കഴുകി വാരി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ശേഷം നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൂടത്തിൽ തന്നെ നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അതിന് ആ നിറം വഴുതനങ്ങ നിറമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി മതി, അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ എരിവൊക്കെ ചിലപ്പം കൂടിയ മുളകുകളൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേണം, ചെറിയ തീയിൽ, ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് വേവുന്ന സമയം കൊണ്ട് നമ്മൾ ചൂടാക്കി വറുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യാനായിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ച പൊടിയൊന്ന് ചേർത്ത് കൊടുക്കും. ജീരകം, മല്ലി, ഉലുവ, കടുക് എല്ലാം നമ്മൾ നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ആ പൊടിയൊക്കെ നന്നായിട്ട് ആ വഴുതനങ്ങയിലേക്ക് പിടിച്ച് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് ഫ്രൈ ആവണം. അപ്പോൾ 2 മിനിറ്റും കൂടി നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ മൂടി വെച്ചിട്ട് 2 മിനിറ്റായി. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഒരല്പം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മൾ നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കറി ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അല്പം 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ലെസ്ലിയാനെ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ടേസ്റ്റ് ചെയ്തും വേണ്ട, കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ്. നല്ലൊന്ന് കഴിച്ചു നോക്കി. റെഡി കൂടെ കഴിച്ചോ? ആ സൂപ്പറാട്ടോ. നമുക്ക് വഴുതനയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇതേ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിൽ നല്ല മോര് കാച്ചി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കറി കൂടെ മതിയില്ലേ?
അതിൻ്റെ അരികിലൊക്കെ ഒന്ന് വെച്ച് 3-4 കൂട്ടം ഇതൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് സിമ്പിളായിട്ടുള്ള കറികളെ പെട്ടെന്ന് തന്നെ നമ്മൾ ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ നമുക്ക് 2-3 കൂട്ടം കറികളൊക്കെ വേണമെങ്കിൽ ഇതുവരെ രീതിയിലൊക്കെ ഓരോരോ തോരനും ഫ്രൈ ഒക്കെ ആക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതേ രീതി ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.